ഹായ് എവരിവൺ, നമുക്കിനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്നാണ്. അതായത് സോഫ്റ്റ്വെയറിൻ്റെ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടി വരും, അത് അതിനെന്തൊക്കെ മെത്തേഡ് ഉണ്ടായിരിക്കും. നമുക്കറിയാം എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കമ്പൈൻഡ് ആയിട്ടുള്ള പോർഷനാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ഭാഗങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്നത്. നോർമലി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ആർക്കിടെക്ചർ, അതായത് ISO സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു 5-6 സ്റ്റെപ്സ് കൂടിയിട്ടുള്ള ആർക്കിടെക്ചർ വഴിയായിരിക്കും എല്ലാ സോഫ്റ്റ്വെയർസും കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്കിനി അടുത്ത് നോക്കാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഇത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ്, ഡിഫൈനിങ്, ഡിസൈനിങ്, ബിൽഡിങ്, ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെൻറ്റ്, ഇങ്ങനെ ഒരു നമുക്ക് 4-6 ഫേസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൽ ആദ്യത്തെ 3 ഫേസ് പ്ലാനിങ്, ഡിഫൈനിങ് ആൻഡ് ഡിസൈനിങ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നമ്മളിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്ന് വെച്ചാൽ, നിങ്ങൾ 3-4 പേര് കോഴ്സ് കഴിഞ്ഞിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിക്കും. എന്തൊക്കെ ആലോചിക്കും? നമുക്ക് എന്ത് സാധനമാണ് പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കേണ്ടത്. ആദ്യം കമ്പനിക്ക് ഒരു പേര് ആലോചിക്കും, എന്താണ് ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ മാർക്കറ്റിലുള്ള അതിൻ്റെ ആവശ്യകത, അത് ആൾക്കാർ മേടിക്കുമോ എന്നൊക്കെ ഒരു പഠനം നടത്തും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊഡക്ട്സൊക്കെ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഒരു പഠനം നടത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ഒത്തുപോരുന്നുണ്ടോ, അത് എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ ആൾക്കാർ ആവശ്യം വരുന്നുണ്ട്, അങ്ങനെയുള്ള ചെറിയ പഠനം നടത്തും. അപ്പോൾ അങ്ങനത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന 3 കാര്യങ്ങളാണ് പ്ലാനിങ്ങും, ഡിഫൈനിങ്ങും, ഡിസൈനിങ്ങും. അത് കഴിഞ്ഞിട്ടാണ് ബിൽഡിംഗ്. ഈ സ്റ്റേജിലാണ്, ഈ ബിൽഡിംഗ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് മെയിനായിട്ടുള്ള എല്ലാ പ്രോഗ്രാമും നടത്തുക. സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് ആണ് വേണ്ടത്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് മുൻകൂട്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഫീസിബിലിറ്റി എത്രത്തോളം ഉണ്ട്, എത്ര ആൾക്കാർ ഈ സോഫ്റ്റ്വെയർ വാങ്ങും, ആർക്കൊക്കെ ഇത് വിൽക്കാൻ പറ്റും, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പല സാധനങ്ങളിലും ഡാറ്റ കളക്ട് ചെയ്യുമോ, അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അതിനെക്കുറിച്ചുള്ള സ്റ്റഡികളായിരിക്കും ഇനീഷ്യലായിട്ട് നടത്തുക. അപ്പോൾ ആദ്യത്തെ ഫേസിലും 2ാമത്തെ ഫേസിലും 3ാമത്തെ ഫേസിലും ഈ സ്റ്റഡികൾ മാത്രമാണ് നടത്തുക. 4ാമത്തെ ഫേസിലാണ് അത് ഇംപ്ലിമെൻറ്റേഷൻ നടത്തുക. ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള വർക്കൊക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മളത് കസ്റ്റമറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യണം. അതാണ് 5ാമത്തെ ഫേസായിട്ട് വരിക. അത് കഴിഞ്ഞാൽ ഡിപ്ലോയ് ചെയ്യും. ഡിപ്ലോയ്മെൻറ്റും കഴിഞ്ഞ് കസ്റ്റമർക്ക് കൊടുത്തു, പിന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിരിക്കാനും പറ്റില്ല. ആ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ എറർ വരാം, നമ്മൾ വിചാരിച്ച പോലെ കസ്റ്റമറിന് അത് വർക്ക് ചെയ്യാനുണ്ടാവാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള മെയിൻ ഫേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ഫേസസാണ്: ബിൽഡിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിന് മുമ്പുള്ളത് പ്ലാനിങ്ങും മറ്റു കാര്യങ്ങൾ. പ്ലാനിങ് തന്നെയാണ് ഈ 3 സെക്ഷനിലും വരുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് തന്നെ പലതരത്തിലുള്ള പ്ലാനിങ് ആയിട്ടാണ് നമുക്കത് വരുന്നത്. അപ്പോൾ നമുക്ക് അത് ഓരോന്നൊന്ന് അനലൈസ് ചെയ്ത് നോക്കി നോക്കാം, എന്തൊക്കെയാണ് ഇതിൽ പ്ലാനിങ് ചെയ്യേണ്ടി വരുന്നത്, എത്ര അധികം കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. പ്ലാനിങ് ആൻഡ് റിക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് ആണ് വിളിക്കുക. നമ്മൾ ആദ്യത്തെ ബ്ലോക്കിന് വിളിക്കുന്ന പേരാണ് പ്ലാനിങ് ആൻഡ് റിക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു സാധനം നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊക്കെ അത് വിൽക്കാൻ പറ്റും, അത് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുമോ, അത് എത്ര ആൾക്കാർ മേടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ മഴക്കാലത്താണ് നമ്മൾ കുട ഉണ്ടാക്കുക. നിങ്ങൾ പരസ്യം കണ്ടുണ്ടായിരിക്കും. കുടകളുടെ പരസ്യമൊക്കെ ഒരു മഴക്കാലം ആവുന്ന സമയത്ത്, ജൂൺ ജൂലൈ ആവുന്ന സമയത്തേ പ്രത്യക്ഷപ്പെടുള്ളൂ. അല്ലാതെ മാർച്ചിലും ഫെബ്രുവരിയിലൊന്നും കുടയുടെ പരസ്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ മഴയില്ലാത്ത സമയത്ത് വെറുതെ പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല, കാരണം വെച്ചാൽ ആ പ്രൊഡക്റ്റ് അധികം മേടിക്കാൻ ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അതേപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ സമയം ഓരോ ആവശ്യത്തിന്. ഇപ്പോൾ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് നമ്മൾക്കറിയാം ഒരു ചെറിയ സോഫ്റ്റ്വെയർസിൻ്റെ ഒക്കെ പേരിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഡെവലപ്പ് ചെയ്യാവുന്ന ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികളുണ്ടെങ്കിൽ അവർക്കത് എളുപ്പമാണ്. കാരണം വെച്ചാൽ ആ സിറ്റുവേഷനെ ആസ്പദമാക്കിയിട്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഫേസിൽ പ്ലാനിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള സ്റ്റഡിയാണ് നടത്തുക. മാർക്കറ്റിൽ ഇതിലെന്തോരം ആക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള സ്റ്റഡിയാണ് ഇതിലൂടെ നടത്തുക. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. 2ാമത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഫേസിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾക്ക് എത്രത്തോളം കോസ്റ്റൊക്കെ വരുന്നുണ്ട്, അത് എന്തോരം സാധനങ്ങൾക്ക് പോകേണ്ടി വരും, എത്ര കോസ്റ്റ് വരുന്നുണ്ട്, എത്ര ആൾക്കാർക്ക് വിൽക്കാൻ പറ്റും. ഇതേ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിൻ്റെ തന്നെ വേറൊരു രീതിയിലുള്ള സ്റ്റഡി. ഡിഫൈനിങ് റിക്വയർമെൻറ്റ്സ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജിൽ പ്ലാനിങ് ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വിൽക്കാൻ പറ്റുമോ, അതിൻ്റെ എത്ര പേര് മേടിക്കും, മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ വിജയിക്കുമോ, അങ്ങനെയുള്ള രീതിയിലുള്ള ചെറിയ ഇനീഷ്യലൈസേഷൻ സർവേകളൊക്കെ നടത്തി വയ്ക്കും. അത് കഴിഞ്ഞ് നമ്മൾ കമ്പോണൻസുകൾ അവൈലബിൾ ആണോ നോക്കും. അതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെ വേണ്ടി വരും എന്നുള്ളതിന്, എന്തൊക്കെ സോഫ്റ്റ്വെയർസ് പഠിക്കേണ്ടി വരും, അത് ഡെവലപ്പ് ചെയ്യാൻ ആൾക്കാർ ആവശ്യമുണ്ടോ, ആൾക്കാർ അറിയണവരുണ്ടോ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ തികയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആദ്യത്തെ ഫേസ് കഴിഞ്ഞ ഉടനെ 2ാമത്തെ ഫേസിൽ
ഫേസിലേക്ക് കിടക്കും. രണ്ടാമത്തെ ഫേസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വേണ്ട ഡോക്യുമെൻറ്റേഷൻ തന്നെ വീണ്ടും ഡോക്യുമെൻറ്റേഷനാണ്. ഇതിന് ഇന്ന കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്, ഇത് ഇത്ര രീതിയിൽ വിറ്റുപോകും എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു റിക്വയർമെൻറ്റ് സ്റ്റഡിയും കൂടി നടത്തും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റേജിലാണ് അതിൻ്റെ ആർക്കിടെക്ചർ. അതായത് ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിടെക്ചർ നമുക്ക് അറിയണം. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വേർഡ് തുറക്കും, വേർഡ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വെറുതെ നിങ്ങൾ വേർഡ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു മൈക്രോസോഫ്റ്റ് വേർഡാണ് തുറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് 3-4 ഓപ്ഷൻ കാണും. ഫയൽ, എഡിറ്റ്, വ്യൂ, അതേപോലെ പല പല ഓപ്ഷൻസ് കാണും. അപ്പോൾ ആ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ നടക്കുക. ഇപ്പോൾ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻസിൽ എഡിറ്റ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ സാധാരണ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും, സേവ് ആസ് ഉണ്ടായിരിക്കും, എക്സിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റീസെൻറ്റ് ഡോക്യുമെൻറ്റ്സ് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഫയലിലെ ഓപ്ഷൻ. അല്ലാതെ ഫയൽ തുറന്ന ഉടനെ നമുക്ക് കിട്ടാൻ പോകുന്നത് അതിൻ്റെ ഉള്ളിൽ സ്റ്റൈല് മാറ്റുക അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നുമല്ല സാധാരണ രീതിയിൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയായിരിക്കണം, അതിപ്പോൾ ഒരു ഫ്രണ്ട് എൻഡ് വ്യൂവും ബാക്ക് എൻഡ് വ്യൂവിലൊക്കെ എങ്ങനെയായിരിക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടി വരിക എന്നുള്ളൊരു സ്റ്റഡി മാത്രം, ഒരു ബ്രീഫായിട്ടുള്ളൊരു സ്റ്റഡിയാണ് പ്രൊഡക്റ്റ് ആർക്കിടെക്ചറിൽ വരിക. അതിൻ്റെ ഉള്ളിൽ എങ്ങനെ വരും. അപ്പോൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇതിൽ വരും. അത് കഴിഞ്ഞ് ഫോർത്ത് സ്റ്റേജിലാണ് ബിൽഡിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ സ്റ്റേജിൽ വരുന്നത്. ബിൽഡിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ ഏത് പ്രോഗ്രാമിങ്ങിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എത്ര പ്രോഗ്രാംസ് ലാംഗ്വേജിൽ ഉപയോഗിക്കേണ്ടി വരും, പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോഴുള്ള കോഡിലുള്ള എററുകൾ, ഡെവലപ്മെൻറ്റ് തുടങ്ങും. ഈ സ്റ്റേജിലാണ് ഡെവലപ്മെൻറ്റ് തുടങ്ങുക. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിങ് നമ്മൾ മുമ്പത്തെ സ്റ്റേജിൽ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ സി ആണ് ഡെവലപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് തുടങ്ങും. അതിൽ കമ്പൈൽ ചെയ്യും, എറർ ഉണ്ടോ നോക്കും. ചിലപ്പോൾ പ്രോഗ്രാംസ് കുറേ ചെയ്യാണ്ടാവും. അപ്പോൾ നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് അപ്രോച്ചിൽ വേറെ ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ചെയ്യിക്കും. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. എറേഴ്സൊക്കെ ചെക്ക് ചെയ്ത് ആ സോഫ്റ്റ്വെയർ വർക്കിംഗ് കണ്ടീഷനിലാക്കി മാറ്റുന്ന സെക്ഷനാണ് നമ്മുടെ ബിൽഡിംഗ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരുന്നത്. അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് ദ പ്രൊഡക്റ്റ്. ടെസ്റ്റിംഗ് ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സാധനം ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഇറക്കി. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഡിസ്റ്റിലറീസിൻ്റെ ഒരു ആപ്പ് നമ്മൾ ഇറങ്ങിയത് കണ്ടു. അപ്പോൾ അതിലെന്തായിരുന്നു, തുടക്കത്തിൽ തന്നെ ഭയങ്കര കൺഫ്യൂഷൻസൊക്കെ ആയിരുന്നു. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബുക്ക് ചെയ്യുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നു, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും പേപ്പറിൽ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് നല്ല രീതിയിലൊരു നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു ടെസ്റ്റിംഗ് ഫേസിൽ ഇട്ടിട്ട് നന്നായി ചെയ്തിട്ട് അത് നന്നായി അറിയുന്ന ആൾക്കാരാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റുകൾ കുറയ്ക്കാമായിരുന്നു. ഇതെന്ത് ചോദിച്ചാൽ ധൃതിയിൽ ചാടി കയറി വേഗം ഇത്തരത്തിലുള്ള ഫേസുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാതെ പെട്ടെന്ന് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ ഓരോരുത്തർ ഒരു ടെമ്പററി ആയിട്ടുള്ള യൂസേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ കുറച്ച് അക്കൗണ്ട്സിൽ ഇരുന്നിട്ട് അത് അവരിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ എറർ വരുന്നുണ്ടോ, ഇത് കൊടുത്താൽ കറക്റ്റായിട്ട് ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ടോ. പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചു എന്ന് വിചാരിച്ച് എപ്പോഴും അത് നമ്മൾ വിചാരിച്ച പോലെ റൺ ആവണമെന്നില്ല. സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള എറേഴ്സ് വരാൻ ബഗ്ഗുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നതാണ് ടെസ്റ്റിംഗ് ഫേസിൽ വരിക. ടെസ്റ്റിംഗ് കഴിഞ്ഞ് ഓക്കെയാണ്, എല്ലാവരും സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫേസിലേക്ക് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കും. അതാണ് ലാസ്റ്റ് ഫേസ്, ഡിപ്ലോയ്മെൻറ്റ് ഇൻ മാർക്കറ്റ് ആൻഡ് മെയിൻ്റെനൻസ്. മാർക്കറ്റിലേക്ക് ഇറക്കിയാൽ മാത്രം പോരാ, മാർക്കറ്റിൽ ഇറക്കുന്ന സാധനത്തിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റണം. കറക്റ്റായിട്ടുള്ള ഓർഡറിൽ ഇത് ശരിക്കും പോകുന്നുണ്ടോ, വിറ്റ് പോവുകയാണെന്നുണ്ടോ, അത് ആൾക്കാരെ കണ്ടെത്തുക, മാർക്കറ്റ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ പരസ്യം കൊടുക്കണം. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ലാസ്റ്റ് ഫേസിലാണ് ഉണ്ടാവുക. അപ്പോൾ പരസ്യം കൊടുത്ത് സാധനങ്ങൾ കണ്ടെത്തി, ഇനി അതേപോലെ എന്തെങ്കിലും എററുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിനൊരു അപ്ഡേഷൻ വേണം. ചില സമയത്ത് പ്രൊഡക്റ്റൊക്കെ ശരിയായിരിക്കും, എററുകളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്ത് സംഭവിക്കും, നമുക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മനോഹരമാക്കിയാമായിരുന്നു എന്നുള്ള സിറ്റുവേഷനൊക്കെ വരാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ അതിന് നമ്മൾ അപ്ഡേറ്റ്സ് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അപ്ഡേറ്റ്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഫേസിൽ വരും. അപ്പോൾ ഇതേപോലെ 6 ഫേസാണ് നമുക്ക് ഉണ്ട് വരുന്നത്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ 6 ഫേസാണ് വരുന്നത്. പ്ലാനിങ്, ഡിഫൈനിങ്, ഡിസൈനിങ്. ഇത് 3ഉം ഇനീഷ്യൽ സ്റ്റേജുകളാണ്. ആദ്യം ലിറ്ററേച്ചർ സർവേകളെ കുറിച്ചിട്ടുള്ള പഠനം നടത്തും, എന്തൊക്കെയാണ് അവൈലബിലിറ്റികൾ നോക്കും. പിന്നെ കമ്പോണൻസിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും, ഏതൊക്കെ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈലിൽ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യും. ഈ സ്റ്റേജിലാകുമ്പോൾ പ്രോഗ്രാമിംഗ് തുടങ്ങും. അടുത്ത സ്റ്റേജിലാകുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യും. ലാസ്റ്റ് സ്റ്റേജിലാകുമ്പോൾ അത് മാർക്കറ്റിലേക്ക് ഇറക്കും. അതിന് വേണ്ട അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കും, അതിൻ്റെ മെയിൻ്റെനൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള 6 ഫേസാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഇങ്ങനെയുള്ള 6 സ്റ്റേജസ് കൂടിയിട്ടുള്ളതാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെയൊക്കെയാണ് കേസസ് വരുന്നത്, അതാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്.
ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കാനുള്ളത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാണ്. നമ്മളിപ്പോൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പറഞ്ഞു. സോഫ്റ്റ്വെയർ ആദ്യത്തെ സ്റ്റേജിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റേജസുകൾ പറഞ്ഞു, അത് ഒരു 6 ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ബോക്സ് പറഞ്ഞിരുന്നു. നമ്മൾ നേരത്തെ മുകളിലെ ഒരു സെക്ഷനിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ട് ടെസ്റ്റിംഗ് ആൻഡ് ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതിനും ഇതേപോലെ കുറച്ച് ലൈഫ് സൈക്കിളായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്തായിട്ടാണ് വേണ്ടി വരിക എന്നുള്ള ഒരു ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടില്ല, അധികം ചോദിച്ച് കണ്ടിട്ടില്ല. ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ, ഡിസൈൻ ലൈഫ് സൈക്കിൾ പിന്നെയും ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിളിൽ ടെസ്റ്റിംഗ് സ്കീംസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബ്ലാക്ക് ബോക്സ്, ഗ്രേ ബോക്സ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്നാൽ എന്ത് പറഞ്ഞാലും ഇതൊന്ന് ജസ്റ്റ് വായിച്ച് പോകാം നമുക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത്. ടെസ്റ്റിംഗ് അനാലിസിസ് എന്ന് പറയുന്നത് ഓരോ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അതിന് ഏതൊക്കെ തരത്തിലുള്ള ടെസ്റ്റിംഗ് വേണ്ടി വരും. അത് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സെക്യൂരിറ്റി, അതായത് ഹാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ, അതോ ഡാറ്റാബേസ് ചോർന്നു പോകാനുള്ള വഴിയുണ്ടോ, വേറെ ആരെങ്കിലും എടുത്തു കൊണ്ടുപോകാൻ വഴിയുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് ഹാങ് ആവാറുള്ള ഇഷ്യൂ ഉണ്ടോ, അതിലേക്ക് ഇപ്പോൾ 10 യൂസർ വന്നു കഴിഞ്ഞാൽ അത് ഹാങ് ആവോ, അത് 100 യൂസർ വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരുമോ, 1000 യൂസർ വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരുമോ, അതിന് ഒരേ ടൈമിൽ ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെ എന്തൊക്കെ ഭാഗങ്ങൾ അതിന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ആലോചിച്ച് കണ്ടെത്തും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫേസിലാണ് ടെസ്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ടെസ്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മാനേജർ ലെവലിലാണ് ചെയ്യേണ്ടി വരിക. ആ ടെസ്റ്റ് പ്ലാനിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വേണ്ട റിപ്പോർട്ടുകൾ, ഏതാണ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ടൂള്, ഏതാണ് എത്ര സമയം എടുക്കും ഒരു ടെസ്റ്റിംഗ് കഴിയണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കും. പിന്നെ എത്രത്തോളം ആരൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വരണം, ഇതിന് എന്തൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കണം, ഏത് ടൈപ്പ് ടെസ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്, അത്തരത്തിൽ ടെസ്റ്റിങ്ങിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏത് തരത്തിലുള്ള ടെസ്റ്റിംഗ് സെലക്ട് ചെയ്യണം, എത്ര സമയം എടുക്കും, ഏതാണ് എത്ര റിസോഴ്സുകൾ എന്തൊക്കെ വേണ്ടി വരും, എത്ര ചിലവ് വരും എന്നുള്ള രീതിയിൽ അതും ഒരു ഇനീഷ്യൽ ഫേസ് തന്നെയാണ്. അത് അടുത്ത ഫേസിലാണ് ടെസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ട ഡാറ്റകൾ ഉണ്ടാക്കുക. അതായത് നമുക്കിപ്പോൾ റിസോഴ്സ് ഹാക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഹാക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ വേറൊരു യൂസർ അവിടെ ഇരുന്നിട്ട് ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10 യൂസറിനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 യൂസർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ളത് വേറെ കുറച്ച് പേര് ഇരുന്നിട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ടെസ്റ്റിങ്ങിന് എന്തൊക്കെ ടെസ്റ്റ് കേസസ് എന്തൊക്കെ ഉണ്ടാക്കേണ്ടി വരും, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ടെസ്റ്റ് കേസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ അതും സെലക്ട് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേജിലാണ് ടെസ്റ്റ് എൻവയോൺമെൻറ്റ് സെറ്റപ്പ്. അപ്പോൾ ഏതിലാണ് ഈ ടെസ്റ്റിംഗ് ഒക്കെ നടത്തേണ്ടി വരിക. അപ്പോൾ അത്തരത്തിലുള്ള ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയറിൽ തന്നെ നമ്മൾ പ്രോഗ്രാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എററുകൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീബഗ് ചെയ്യാന്നൊക്കെ പറയും. അപ്പോൾ അത് ഏത് സോഫ്റ്റ്വെയറിൽ ഉപയോഗിച്ച് റൺ ചെയ്യണം, അത് സിമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത്തരത്തിലുള്ള കടമ്പകളൊക്കെയാണ് ടെസ്റ്റ് എൻവയോൺമെൻറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ടെസ്റ്റ് എക്സിക്യൂഷൻ, ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ടെസ്റ്റിംഗ് നടത്തി തുടങ്ങുക. ഇത്രയും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. ആദ്യത്തെ കേസിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കും, രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കണം തീരുമാനിക്കും, മൂന്നാമത്തെ കേസിൽ അതിലേക്ക് കൊടുക്കേണ്ട എക്സാമ്പിൾ ഡാറ്റകൾ കണ്ടെത്തും. അത് കഴിഞ്ഞ് നാലാമത്തെ സ്റ്റേജിൽ ഏത് എൻവയോൺമെൻറ്റിലാണ് അത് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് നോക്കും. അഞ്ചാമത്തെ സ്റ്റേജിൽ ടെസ്റ്റ് ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് നടത്തും. ടെസ്റ്റ് ചെയ്തതിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ നോക്കി അതിലെന്തെങ്കിലും ബഗ്ഗുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്ത ആൾക്കാർക്ക് വീണ്ടും റിപ്പോർട്ട് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ക്ലോസ് ചെയ്യും. ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അവസാനത്തെ ടെസ്റ്റ് ക്ലോഷറിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും, ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ റെക്കോർഡിങ്ങിലേക്ക് വെക്കും. അങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് വരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഇതിൻ്റെ ഹെഡിങ്സ് മാത്രം അറിഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ആ വേർഡ്സ് കൊണ്ട് ഫില്ല് ചെയ്താൽ മതി. ഇതിന് അത്രയും വലിയ രീതിയിൽ അത് ചോദിച്ച് കണ്ടിട്ടില്ല. അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, പിന്നെ ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് 4 ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി അടുത്തത് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച് നമ്മളൊന്ന് ഇമ്പോർട്ടൻ്റായി നോട്ട് ചെയ്ത് വെക്കുക. അത് ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ 3 സ്ട്രാറ്റജീസാണ് ഉള്ളത്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉണ്ട്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്, ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന കാറ്റഗറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറിവുമില്ല, നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു, അത് ഉപയോഗിക്കാൻ ഒരാൾക്ക് കൊടുക്കുക, അതിനുശേഷം അയാളോട് ഉപയോഗിച്ചിട്ട് അയാളുടെ അഭിപ്രായം പറയിക്കുക. അങ്ങനെ ഒരു 10-100 യൂസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഉപയോഗം പറയാൻ പറ്റും. ചിലപ്പോൾ സ്ലോ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഈ സാധനം എടുക്കാൻ പറ്റിയില്ല. ചിലർ നന്നായിട്ട് യൂസ് ചെയ്യും, ചിലർ കുറച്ച് യൂസ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യുന്നതിന് പുറത്തിറക്കുന്നതിന് മുമ്പ് വലിയ ടെക്നിക്കൽ ഐഡിയകളൊന്നും, അതായത് ആ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ വരുമ്പോൾ നമുക്ക് ആ സോഴ്സ് കോഡ് എഴുതാൻ അറിയണമെന്നൊന്നുമില്ല. ആ പ്രോഗ്രാം എങ്ങനെ ഡെവലപ്പ് ചെയ്തു, ഇപ്പോൾ ജാവയിൽ ഡെവലപ്പ് ചെയ്തൊരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ആൾക്ക് ജാവ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല.
അയാൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അയാൾ കുറേ ഇൻപുട്ട് കൊടുത്ത് നോക്കും, അതിന് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ നോക്കും. അപ്പോൾ അങ്ങനെ വേറെ സാമ്പിൾ ഡാറ്റകൾ കൊടുത്ത് ഔട്ട്പുട്ടുകൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് അവർ വീണ്ടും ഡിസൈൻ ടീമിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ കോഡുകളൊക്കെ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെക്ഷനും ഇങ്ങനെ ചെക്ക് ചെയ്ത് കോഡുകൾ ഓരോ ഭാഗം ചെക്ക് ചെയ്ത് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സെഗ്മെൻറ്റ്സിലൊക്കെ കുറേ പേര് ഇരുന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു എററുകളൊക്കെ കിട്ടാനുള്ള എളുപ്പമുണ്ടാവും. അപ്പോൾ കോഡുകൾ കുറേയുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ് പ്രിഫറബിൾ. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞുള്ളത്. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് യാതൊരു ഐഡിയയും വേണമെന്നില്ല, പ്രോഗ്രാം ഉപയോഗിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. സോഫ്റ്റ്വെയർ റൺ ചെയ്യിച്ച് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മാത്രം മതി. അല്ലാതെ ഇത് പ്രോഗ്രാം ചെയ്യാനായിട്ട് ഈ ലൈബ്രറി ഏത് വേണം അല്ലെങ്കിൽ കോഡ് ഏത് ഉപയോഗിക്കേണ്ട, ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കണം, അങ്ങനെയുള്ള ടെക്നിക്കൽ നോളജ് ഒന്നും വേണം നിർബന്ധമില്ല ഈ ടെസ്റ്റിങ്ങിന്. ഓക്കെ, മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ clearly separates the user's perspective from the developer's perspective through the visibility defines roles. അതായത് യൂസർ അപ്പോൾ നമ്മൾ ഡെവലപ്പറിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നമ്മളൊരു ഐഡിയ ഉണ്ടായിരിക്കും, അത് യൂസറിന് കൊടുത്തു കഴിഞ്ഞാൽ യൂസർ വേറെ രീതിയിലായിരിക്കും ഉപയോഗിച്ച് വരിക. ചിലപ്പോൾ 10 നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക് അത് ഡെവലപ്പിംഗ് ഐഡിയ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അതെങ്ങനെ റൺ ചെയ്യിപ്പിക്കും, ഒരു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് ആരൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളൊരു വലിയൊരു ഐഡിയ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ വലിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. Large number of moderately skilled testers can test the application with no knowledge of implementation, programming language or operating system. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ബോധം വിവരമൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ചില പ്ലേ സ്റ്റോറിലൊക്കെ ആപ്ലിക്കേഷൻസ് നമ്മളാരും ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളൊരു സജഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അതിൻ്റെ ഓക്കെ ആണെന്നുള്ളത് പറയും. അപ്പോൾ അതേപോലെ തന്നെ വലിയ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആൻഡ്രോയിഡ് ആപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ട് എൻഡ് കണ്ടിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെ പറയും. ഇപ്പോൾ വണ്ടികളൊക്കെ മേടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വണ്ടി മേടിക്കണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് അതിൻ്റെ കമ്പോണൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നുണ്ടാവും, അതിൻ്റെ എഞ്ചിൻ എത്രയാണ്, മൈലേജ് എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ അറിയാം. ചിലർ നല്ല ഡ്രൈവർമാരായിരിക്കും, പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ വണ്ടി ഓടിച്ച് നോക്കും, നല്ല സ്മൂത്ത് ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ അതേപോലത്തെയുള്ള ടെസ്റ്റിംഗ് ആണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് അറിവൊന്നും കൂടാതെ ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്ന രീതിയിലുള്ള ടെസ്റ്റിംഗ് ആണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾക്കറിയാം അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കവർ ആവില്ല. എപ്പോൾ നോക്കിയാൽ എത്ര പേര് ഉപയോഗിച്ചാലും ഒരു 1000 പേർക്ക് കൊടുത്തു 1001ാമത്തെ ആൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കറക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സെനറിയോസ് മാത്രമേ നമുക്ക് എപ്പോഴും കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് കേസ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട്. ഇൻഎഫിഷ്യൻറ്റ് ടെസ്റ്റിംഗ് ഡ്യൂ ടു ദി ഫാക്ട് ദാറ്റ് ദ ടെസ്റ്റർ ഈസ് ഹാസ് ഓൺലി ലിമിറ്റഡ് നോളജ് അബൌട്ട് ദി ആപ്ലിക്കേഷൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്മൾ അതിൽ പറഞ്ഞ തന്നെ അഡ്വാൻറ്റേജ് ആയി പറഞ്ഞത് തന്നെ അത് ഇൻഎഫിഷ്യൻ്റ് ആവാൻ ചാൻസസ് കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള പ്രോഗ്രാമിംഗ് മെത്തേഡ്സിനെ കുറിച്ചോ സോഴ്സ് കോഡിനെ കുറിച്ചോ ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പ്രോഗ്രാമിംഗ് ടെസ്റ്റ് ചെയ്യായിരുന്നു കഴിഞ്ഞാൽ അയാൾ വർക്ക് ചെയ്യുന്നുണ്ടോയെന്നല്ല നോക്കാമെന്നല്ലാതെ ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലുമൊക്കെ എറർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ പറഞ്ഞാൽ ബ്ലൈൻഡ് കവറേജ്. സിൻസ് എ ടെസ്റ്റർ കനോട്ട് ടാർഗറ്റ് സ്പെസിഫിക് കോഡ്സ് ഓർ സെഗ്മെൻറ്റ്സ് ഓൺ എറർ പ്രോൺ ഏരിയാസ്. അതായത് ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക സിറ്റുവേഷനിലൊക്കെ എറർ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു, അതിൽ പേയ്മെൻറ്റ് നടത്തുന്ന ഒരു സെക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ആ പേയ്മെൻറ്റ് നടക്കുന്ന സെക്ഷനിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കാർഡ് ഉപയോഗിച്ചിട്ടുള്ള പേയ്മെൻറ്റ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ തന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു 5 യൂസർ ഒരുമിച്ച് പേയ്മെൻറ്റ് നടത്തുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. എല്ലാ സ്ഥലത്തേക്കും കവറേജ് എത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മൾ എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്ന ആൾക്ക്, സോഴ്സ് കോഡ് അറിയാവുന്ന ആൾക്ക് അവിടെയൊക്കെ ചെക്ക് ചെയ്ത് അവിടെ എത്ര യൂസറിന് കൊടുക്കാൻ പറ്റും, ഇതിന് എത്ര യൂസർ വാങ്ങുന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. മറ്റേത് റൺ ചെയ്ത് നോക്കുന്നല്ലാതെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ് ഇതിൻ്റെ അകത്ത് വരാവുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കി നോക്കാം. അപ്പോൾ ഇനി വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്തായിരിക്കും? ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ നോളജ് ഒന്നും വേണ്ട. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ നോളജ് വേണം. ആ സോഴ്സ് കോഡ് ഡെവലപ്പ് ചെയ്ത ആളെ കുറിച്ചുള്ള ബോധം എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അത് അതിന് വിളിക്കുന്ന വേറൊരു പേരും കൂടി ഉണ്ട്, ഓപ്പൺ ബോക്സ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഗ്ലാസ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറയും. അതായത് തുറന്ന് വെച്ചിട്ട് നോക്കുന്നതിന് നമ്മളൊരു സാധനം വർക്ക് ചെയ്യുന്നത് നോക്കി. ഇപ്പോൾ നിങ്ങളുടെ ഒരു കാറ് കംപ്ലൈൻ്റ് ആയി, കളിക്കുന്നത് ടോയ് കാർസാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ
അവരെന്ത് നമ്മൾ അഴിച്ചു നോക്കി അതിലുള്ള വർക്കിംഗ് ഒക്കെ നോക്കിയതിന് ശേഷം ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ വയറ് വിട്ടെടുക്കുന്നത് സോൾഡർ ചെയ്തു ആ രീതിയിൽ വർക്ക് ചെയ്യിക്കുന്ന പോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലെ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം എഴുതിയിട്ടുള്ള കോഡ് എന്താണ്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അത് പ്രോഗ്രാം അറിയുന്ന ആൾക്ക് മാത്രമേ, ആ കോഡ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ചെക്കിംഗ് ആണ്. നമുക്ക് ഓരോ ഭാഗങ്ങളും ഓരോ സ്ഥലത്തും ഓരോ ഡാറ്റകൾ കൊടുത്തിട്ട് ചെക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെക്കിംഗ് ആണ് കൂടുതലും പ്രിഫറബിൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എറർ കണ്ടെത്താൻ പറ്റാവുന്നത് ഇതിൻ്റെ അകത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഇസ് എ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഇൻറ്റേർണൽ ലോജിക് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി കോഡ്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് അതായത് പ്രോഗ്രാമിൻ്റെ എല്ലാ കോഡും നന്നായി അഴിച്ചു പറഞ്ഞു നോക്കും. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഇസ് ഓൾസോ കോൾഡ് ഗ്ലാസ് ബോക്സ് ടെസ്റ്റിംഗ് ആൻഡ് ഓപ്പൺ ബോക്സ് ടെസ്റ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻ ഓർഡർ ടു പെർഫോം വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഓൺ ആപ്ലിക്കേഷൻ എ ടെസ്റ്റർ നീഡ്സ് ടു നോ ദി ഇൻറ്റേർണൽ വർക്കിംഗ് ഓഫ് ദി കോഡ്. അതായത് പ്രോഗ്രാമിനെ കുറിച്ച് അറിയുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എ ടെസ്റ്റർ നീഡ്സ് ടു ഹാവ് എ ലുക്ക് ഇൻസൈഡ് ദി സോഴ്സ് കോഡ് ആൻഡ് ഫൈൻഡ് വിച്ച് യൂണിറ്റ് ഓഫ് ദ കോഡ് ഈസ് ബിഹേവിങ് ഇൻപ്രോപ്പർലി. അത് ഡീറ്റെയിൽ ഓരോ സെക്ഷൻ എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പ്രോഗ്രാമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാം. അപ്പോൾ ഒരേ സോഴ്സ് കോഡ് മൊത്തത്തിൽ കുറേ ഭാഗം കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ എററുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള കോഡിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ കോഡിൽ വരാവുന്ന ഒരുവിധം എല്ലാ എററുകളും കണ്ടെത്താൻ പറ്റും, ഒപ്റ്റിമൈസ് ചെയ്യിക്കാൻ പറ്റും. അതേപോലെ തന്നെ ടെസ്റ്റ് സോഴ്സ് കോഡ് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് എററുകൾ കണ്ടെത്താൻ പറ്റും. പിന്നെ എക്സ്ട്രാ ലൈൻസ് ഓഫ് ദി കോഡ്, ആവശ്യമില്ലാത്ത എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം റിമൂവ് ചെയ്യാൻ പറ്റും. ഡ്യൂ ടു ദി ടെസ്റ്റേഴ്സ് നോളജ് അബൌട്ട് ദി കോഡ് മാക്സിമം കവറേജ് ഈസ് അറ്റൈൻ ഡ്യൂട്ടിങ് ദി സെനറിയോ. അതായത് നേരത്തെ പറഞ്ഞ തന്നെ ഏറ്റവും കൂടുതൽ കവറേജ് ഇതിനാണ് കിട്ടുക. സോഴ്സ് കോഡിൽ നിന്ന് എററുകൾ വേഗം കണ്ടെത്താൻ പറ്റും. ആവശ്യമില്ലാത്ത ലൈനുകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ വേണ്ടി വരും, അയാൾക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കോസ്റ്റ് കൂടുതലാണ്, കോസ്റ്റിൻ്റെ കാര്യത്തിൽ ഇൻക്രീസ് ആവും. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനേക്കാൾ അപേക്ഷിച്ച് ഈ ടെസ്റ്റിങ്ങിന് കോസ്റ്റ് കൂടുതലാണ്. ഈ ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരാളെ തന്നെ ഇരുത്തേണ്ടി വരും. സംടൈംസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ലുക്ക് ഇൻ ടു എവരി nook of the corner to find the hidden errors that may create problem as many paths will go unnested. അപ്പോൾ ഇതിൻ്റെ പോലെ തന്നെ ഈ ടെക്സ്റ്റ് ബോക്സിൽ തന്നെ ഇതിലും ചെറിയ പ്രശ്നങ്ങൾ വരാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1 ലക്ഷം 2 ലക്ഷമൊക്കെ ലൈൻസ് വരുന്ന കോഡുകൾ അല്ലെങ്കിൽ പേജ് കുറേ അധികം ലൈൻ വരുന്ന കോഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒന്നും ടെസ്റ്റ് ചെയ്ത് എത്തില്ല. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും എററുകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. It is difficult to maintain white box testing as required specialized tool like code analysis and debugging tools. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നല്ലോണം ഡീബഗ് ചെയ്യാൻ പറ്റാവുന്ന സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആവണം. എന്നാലേ നമുക്ക് ഓരോ സെക്ഷനായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജസും ഇതിൻ്റെ അകത്തുണ്ട്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് ആണ്. ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് അപ്പോൾ എങ്ങനെയായിരിക്കും? നമുക്ക് ചെറിയ നോളജ് കോഡിനെ കുറിച്ചുണ്ടായിരിക്കണം, എന്നാൽ അത്ര വലിയ ഡീപ്പായിട്ടുള്ള നോളജും ഇല്ലാത്ത രീതിയിലുള്ള ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ആദ്യത്തെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നോളജും വേണ്ട. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഡിനെ കുറിച്ച് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഐഡിയ വേണ്ട, ഉപയോഗിച്ച് നോക്കുക, തെറ്റുണ്ടെങ്കിൽ അത് പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം. രണ്ടാമത്തെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് ഉണ്ടാക്കിയ ആളുടെ പോലെ തന്നെ ഡെവലപ്പ് ചെയ്യാനിരുന്ന ആളുടെ അതേ കഴിവ് തന്നെ ടെസ്റ്റർക്കും വേണം. അതിൽ കൂടിയ ചിലപ്പോൾ അതിലും കൂടുതൽ കഴിവ് വേണം, കാരണം എററുകൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നോളജൊക്കെ ഉണ്ടാവാം സോഴ്സ് കോഡിനെ കുറിച്ച്, എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാന്നുള്ള ചെറിയ ഐഡിയകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ വലിയ നോളജൊന്നും ഇല്ലാത്ത രീതിയിൽ എന്നാലും ചെറിയ ഭാഗങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട്. അപ്പോൾ അതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബോക്സിനേക്കാളും ഈ നോളജ് കുറവുള്ള ആളായതുകൊണ്ട് ആൾക്ക് സാലറിയൊക്കെ കുറച്ച് കൊടുത്താൽ മതി, കാശ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഇരുന്നോളും. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ബോക്സിലുള്ളതിനേക്കാളും കുറവ് എറേഴ്സേ കണ്ടെത്താൻ പറ്റുള്ളൂ. പക്ഷേ കുറച്ചും കൂടിയും ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനേക്കാളും അഡ്വാൻറ്റേജ് ആണ്, എന്നാൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിനേക്കാളും കുറച്ച് അഡ്വാൻറ്റേജ് കുറവാണ്. അപ്പോൾ ഇവിടെ അത് പറയുന്നുണ്ട്, ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് ഇസ് എ ടെക്നിക് to test the application having limited knowledge of internal working of the application. ഇന്റേണൽ വർക്കിങ്ങിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം, അങ്ങനെയുള്ള ആൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ടെസ്റ്റിംഗ് ആണ് ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ദ ഫ്രേസ് the more you know the better carries out the weightage of the while testing the application. അപ്പോൾ സാധാരണ കുറേ അറിഞ്ഞാലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് സാധാരണ ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് ടെസ്റ്റിംഗ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റിങ്ങിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ചില അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഓഫ് കമ്പൈൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. അതായത് വൈറ്റ് ബോക്സിനും ബ്ലാക്ക് ബോക്സിലും വരാവുന്ന രീതിയിൽ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസും ഇത് എടുക്കണമുണ്ട്. ഞാൻ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ ഒരു അറിവുണ്ടായിരിക്കില്ല, അപ്പോൾ അതിനെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഗ്രേ ബോക്സ് ടെസ്റ്റിങ്ങിൽ കുറച്ച് അറിവുണ്ട്. വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ
നമ്മൾ നമ്മുടെ യൂസറിന് കൊടുക്കുന്നില്ല, വലിയ ബോധമില്ലാത്ത ആൾക്കാർക്കൊന്നും കൊടുക്കണില്ല. പക്ഷേ ഇത് കാരണം കോഡ് അറിയാവുന്ന ഒരാൾക്ക് തന്നെയാണ് മെയിനായിട്ട് വൈറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഇതിൽ യൂസറിനും കൊടുക്കുന്നുണ്ട്, പല യൂസേഴ്സിനും കൊടുക്കും, കുറച്ചൊക്കെ അറിവുള്ള കുറച്ച് പേർക്കൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിൻ്റെയും വൈറ്റ് ബോക്സ് ടെസ്റ്റിൻ്റെയും ചില അഡ്വാൻറ്റേജസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. Grey box testing does not rely on the source code. Instead, they rely on the interface of definition, functional specifications. അത് മെയിനായിട്ട് സോഴ്സ് കോഡിലല്ല അവർ ചെക്ക് ചെയ്യുക. കാരണം വെച്ചാൽ ഫുൾ കോഡൊന്നും അങ്ങനെ പ്രോഗ്രാം എഴുതിയെന്നൊന്നും അവർക്ക് അറിയില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ നോക്കും, പിന്നെ ഫുള്ളും ടെസ്റ്റിംഗ് ഡാറ്റകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. Based on the limited information available, Grey box tester can design excellent test scenarios, especially around the communication protocols and data dealing types. അപ്പോൾ ഓരോ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്ത രീതിക്ക് അനുസരിച്ചിരിക്കും എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, എവിടേക്കാണ് അപ്ലിക്കേഷൻ ചെയ്യേണ്ടതെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിൽ ഈ 3 ടെക്നിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാം. ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ നോളജ് കുറച്ച് മതി. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പറിനേക്കാളും കൂടുതൽ നോളജ് ഉണ്ടായിരിക്കണം. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോളജ് ടെക്നിക്കൽ നോളജ് വേണ്ട, ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് 3 കൂടി കമ്പയർ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന 3 തരത്തിലുള്ള കമ്പാരിസൺ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഇന്റേണൽ വർക്കിംഗ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ നീഡ്സ് ടു ബി നോൺ. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് മാത്രം അറിഞ്ഞാൽ മതി. ദ ടെസ്റ്റർ ഹാസ് ലിമിറ്റഡ് നോളജ് ഓഫ് ഇന്റേണൽ വർക്കിംഗ് ഓഫ് ദി ആപ്ലിക്കേഷൻ. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിലാണെന്ന് വെച്ചാൽ ടെസ്റ്റർ ഹാസ് ഫുൾ നോളജ് ഓഫ് ദി ഇന്റേണൽ വർക്കിംഗ് ഓഫ് ദി ആപ്ലിക്കേഷൻ. എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കണം. ഓൾസോ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിലാണെന്ന് വെച്ചാൽ ഓൾസോ നോൺ ആസ് എ ക്ലോസ് ബോക്സ് ടെസ്റ്റിംഗ്, ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിംഗ് ഓർ ഫങ്ഷണൽ ടെസ്റ്റിംഗ്. ഡാറ്റ അതിലേക്ക് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഓൾസോ നോൺ ആസ് ട്രാൻസ്ലുവൻറ്റ് ടെസ്റ്റിംഗ് ആസ് ദ ടെസ്റ്റർ ഹാസ് ലിമിറ്റഡ് നോളജ് ഓഫ് ദി ഇൻസൈഡ് ഓഫ് ദി ആപ്ലിക്കേഷൻ. ട്രാൻസ്ലുവൻറ്റ് ടെസ്റ്റിംഗ് എന്നാണ് വിളിക്കുക, കുറച്ച് അറിവുണ്ടായിരിക്കുള്ളൂ. മറ്റേ ടെസ്റ്റിങ്ങിനെ ക്ലിയർ ബോക്സ് അല്ലെങ്കിൽ ഗ്ലാസ് ബോക്സ് അല്ലെങ്കിൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ പല പേരുകളുണ്ട്. അതിനെല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഓരോ ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള കമ്പാരിസൺ ഇവിടെ നടത്തിയിട്ടുണ്ട്. സമയം എത്രത്തോളം വേണ്ടി വരും, ട്രയൽ എത്ര വേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള 3 മെയിൻ അഡ്വാൻറ്റേജ് 3 ടെസ്റ്റിംഗ് ആണ് ഉള്ളത്: ബ്ലാക്ക് ബോക്സ്, ഗ്രേ ബോക്സ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. ഓക്കെ, 3ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോംഡ് ബൈ എൻഡ് യൂസർ ആൻഡ് ഓൾസോ ടെസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നതിൽ നമ്മൾ യൂസേഴ്സും ടെസ്റ്റ് ചെയ്യും, ഡെവലപ്പേഴ്സും ടെസ്റ്റ് ചെയ്യും പല രീതിയിൽ. അതായത് ആപ്ലിക്കേഷൻ എൻഡ് സൈഡിൽ ഇരുന്നിട്ട് ടെസ്റ്റിംഗ് ആണ് പരിപാടിയാണ്. മറ്റേത് കേസിലാണെന്ന് വെച്ചാൽ പെർഫോംഡ് ബൈ എൻഡ് യൂസേഴ്സ് ആൻഡ് ഓൾസോ, ഇതിലും അതേപോലെ തന്നെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് പോലെ തന്നെയാണ്, 2 സൈഡിലിരിക്കും. പക്ഷേ മറ്റേതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഡെവലപ്പേഴ്സ് മാത്രമാണ്, ഡെവലപ്പർ സൈഡിൽ മാത്രം ഇരുന്നിട്ടാണ് കോഡിംഗ് എറേഴ്സ് കണ്ടെത്തുക. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ എക്സ്പെക്ടേഷൻസ്, ഇന്റേണൽ ബിഹേവിയർ ഓഫ് ദി ആപ്ലിക്കേഷൻ ഈസ് അൺനോൺ. അതായത് പുറത്തുനിന്ന് കാണുന്ന രീതിയിലുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ടെസ്റ്റിംഗ് നടത്തുക. അപ്പോൾ നമുക്ക് ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് അറിയാൻ പറ്റില്ല. ഇതിൽ കുറച്ച് നമുക്ക് അറിയാൻ പറ്റും. ടെസ്റ്റിംഗ് ഈസ് ഡൺ ഓൺ ബേസ് ഓഫ് ഹൈ ലെവൽ ഡാറ്റാബേസ് ഡയഗ്രാംസ് ആൻഡ് ഡാറ്റ ഫ്ലോ ഡയഗ്രാംസ്. അതായത് നമ്മൾ ഫ്ലോ ചാർട്ട് മറ്റ് അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടിയും എങ്ങനെയൊക്കെ പോവും, എങ്ങനെയൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതും മറ്റേതുപോലെ തന്നെ ഡാറ്റകൾ കൊടുത്തിട്ട് തന്നെയായിരിക്കും കൂടുതൽ ടെസ്റ്റ് ചെയ്യുക. ഡാറ്റകളുടെ മെത്തേഡുകൾ, ഒരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടണോ ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ളത് നോക്കിയിട്ട്. പക്ഷേ സോഴ്സ് കോഡിനെ കുറിച്ചുള്ള അറിവ് ഇതിലുണ്ടായിരിക്കില്ല. ഇന്റേണൽ വർക്കിംഗ് ഓഫ് ഫുള്ളി നോൺ ആൻഡ് ടെസ്റ്റർ ക്യാൻ ഡിസൈൻ ടെസ്റ്റ് ഡാറ്റ അക്കോർഡിംഗ്ലി. എല്ലാ ഇന്റേണൽ വർക്കിംഗ് അറിയാവുന്നതുകൊണ്ട് തന്നെ, എല്ലാ പ്രോഗ്രാം കോഡിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ടെസ്റ്റർ ഓരോ ഡാറ്റയും അവനനുസരിച്ചിട്ടുള്ള രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ആൻഡ് ലീസ്റ്റ് ടൈം കൺസ്യൂമിങ്. ഇപ്പോൾ വലിയ ചിലവുള്ളതല്ല, ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് പാർട്ട്ലി ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നല്ല ടൈം കൺസ്യൂമിങ് ആണ്. കാരണം ഓരോ കോഡ് ഇരുന്ന് ചെക്ക് ചെയ്ത് പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് സ്യൂട്ടഡ് ഫോർ അൽഗോരിതം ടെസ്റ്റിംഗ്. അൽഗോരിതം ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നില്ല. കാരണം യൂസർ സൈഡിൽ മാത്രമാണ് ടെസ്റ്റിംഗ് വരിക. നോട്ട് സ്യൂട്ടഡ് ഫോർ അൽഗോരിതം ടെസ്റ്റിംഗ്, ഇതിലും അൽഗോരിതം ടെസ്റ്റിംഗ് ഉപയോഗിക്കണില്ല. സ്യൂട്ടഡ് ഫോർ അൽഗോരിതമിക് ടെസ്റ്റിംഗ്. അൽഗോരിതമിക് ടെസ്റ്റിംഗ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിലാണ്. ദിസ് ക്യാൻ ബി ഡൺ ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അത് ചെയ്യുന്നത് ട്രയൽ ആൻഡ് എറർ. ഒരു ഡാറ്റ കൊടുക്കും, അത് കറക്റ്റായി കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഡൊമൈൻസ് ആൻഡ് ഇൻറ്റേർണൽ ബൗണ്ടറീസ് ക്യാൻ ബി ടെസ്റ്റഡ് ഇഫ് നോൺ. അതായത് നമുക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോഗ്രാമിൽ അറിയുകയാണെങ്കിൽ മാത്രം ആ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ സാമ്പിൾ ഡാറ്റ കൊടുത്തിട്ട് അറിയുള്ളൂ. അപ്പോൾ ഗ്രേ ബോക്സ് ടെസ്റ്റിങ്ങിൽ കുറച്ചൊക്കെ അറിവുള്ളതുകൊണ്ട് ബൗണ്ടറീസ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അറ്റത്രയും ഒരു 1000 യൂസറിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1001ാമത്തെ യൂസർ വന്നു കഴിഞ്ഞാൽ എന്ത് ആപ്ലിക്കേഷന് പ്രശ്നം വരും എന്നുള്ളത് നോക്കാൻ പറ്റും. അപ്പോൾ ബൗണ്ടറീസ് അറിയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് കേസിൽ എല്ലാ ബൗണ്ടറീസും അറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയിലും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് നല്ലൊരു ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ്. ഗ്രേ ബോക്സ്, ബ്ലാക്ക് ബോക്സ് ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറി മറിയുന്ന ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരാവുന്ന അടുത്ത ടെസ്റ്റിംഗ് മെത്തേഡ്സ്.
അടുത്തത് നമുക്കിപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ് നടത്തിയത്. ഇനി എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയർ ടെസ്റ്റിംഗ്, ഹാർഡ്വെയറിൽ എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, അതാണ് അടുത്ത ടോപ്പിക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹാർഡ്വെയറിൽ എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കീൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പരിചയമുണ്ടായിരിക്കും. 8051 പ്രോഗ്രാമിംഗ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അതിലുപയോഗിക്കുന്ന സ്റ്റെപ്പുകൾ പോലത്തെ ഒരു സ്റ്റെപ്പുകളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഹാർഡ്വെയർ ഡിസൈൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഹാർഡ്വെയർ ഡിസൈൻ ടെസ്റ്റിംഗ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആ ഹാർഡ്വെയറിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചിപ്പുകൾ എന്തൊക്കെ സെലക്ട് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് പറയുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സർ സെലക്ട് ചെയ്യൽ, മൈക്രോ കൺട്രോളറോ പ്രോസസ്സറോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യലാണ് ഫസ്റ്റ് കേസ്. അപ്പോൾ നമുക്ക് നോർമലി നമ്മളിപ്പോൾ പെട്ടെന്നൊരു പ്രൊജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിക്കാണ് സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ചോ. പിക്ക് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രോസസ്സറിൻ്റെ ഒരു ഫാമിലിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റ് വേർഷൻ വേണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ പാരാമീറ്റേഴ്സ് അതിൻ്റെ ഉള്ള ആവശ്യം വരുന്നുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു വേർഷൻ കണ്ടെത്തുക. അപ്പോൾ ചിലപ്പോൾ പിക്കൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16F877A എന്ന് പറയുന്ന ഒരു മോഡൽ ഉപയോഗിച്ചിട്ടായിരിക്കും കൂടുതൽ ആൾക്കാരും പ്രോഗ്രാമിംഗ് ചെയ്യണം. അപ്പോൾ അതൊരു മോഡൽ, അതൊരു റേഞ്ച് ഓഫ് സീരീസാണ്, IC-കളാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത്ര അനലോഗ് 4 അനലോഗ് പോർട്ട് വേണം, അല്ലെങ്കിൽ എത്ര ഡിജിറ്റൽ പോർട്ട് വേണം, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു വേർഷൻ തീരുമാനിക്കും. അപ്പോൾ അടുത്ത സ്റ്റേജിൽ വേർഷൻ കണ്ടെത്തും. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ഏത് തരത്തിലാണ് പ്രോഗ്രാമിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അസംബ്ലിയിലാണോ, സിയിലാണോ, അതോ ഹെക്സ് കോഡ് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് അടിച്ച് കയറ്റലാണോ, അങ്ങനെ ഏത് രീതിയിലാണ് കോഡ് ചെയ്യാനുള്ളതിനുള്ള മെത്തേഡ് നോക്കണം. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിയണം അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്, ആ രജിസ്റ്റേഴ്സിൻ്റെ നമ്പറൊക്കെ അറിഞ്ഞിരിക്കണം, മെമ്മറി ലൊക്കേഷനൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അസംബ്ലിയിലായാലും സിയിലായാലും ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏതൊക്കെ രജിസ്റ്ററുകൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യം കണ്ടെത്തണം. ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി ഡെവലപ്പ് ചെയ്യേണ്ട ടൂൾ കണ്ടെത്തണം. ഡെവലപ്പ് ചെയ്യേണ്ട ടൂൾ ഏത് ടാർഗറ്റ് സിസ്റ്റത്തിലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഈ പ്രോസസ്സ് ഇതിലാവുമ്പോഴാണ് നമ്മൾ കീൽ എന്ന് പറയുന്നത് തീരുമാനിക്കുകയുള്ളൂ. ആദ്യം നമ്മൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ക് എന്ന് തീരുമാനിച്ചു, ഇതിൻ്റെ അകത്ത് അതിൻ്റെ വേർഷൻ തീരുമാനിച്ചു, 16F877 തീരുമാനിച്ചു, ഇതിൻ്റെ അകത്ത് ഏത് ടൈപ്പാണ്, അത് അസംബ്ലിയിലാണെന്ന് വിചാരിച്ചു, അപ്പോൾ അസംബ്ലി കോഡാണ് എന്നുള്ളത് തീരുമാനിച്ചു. ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന രജിസ്റ്റേഴ്സ് ഏതൊക്കെ വേണ്ടി വരും, ഇപ്പോൾ IDC ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അനലോഗ് രജിസ്റ്റേഴ്സ് ഏതൊക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ ഡിജിറ്റൽ ഡാറ്റയാണെന്ന് ഉപയോഗിക്കണമെങ്കിൽ ട്രിസ് ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല രജിസ്റ്റേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയുള്ള രജിസ്റ്റേഴ്സ് ഏതൊക്കെ വേണ്ടി വരും എന്നുള്ള കാര്യം തീരുമാനിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കേണ്ട സോഫ്റ്റ്വെയർ തീരുമാനിച്ചു. ഇപ്പോൾ MPLAB എന്ന് പറയുന്ന ലാബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ പിക്കിൻ്റെ കേസിലാണെങ്കിൽ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെന്ന് വിചാരിച്ചോ. അതിൽ ഉപയോഗിക്കുന്ന കമ്പൈലർ MPLABൻ്റെ അസംബ്ലി കമ്പൈലർ ആണെന്ന് വിചാരിച്ചോ. അത് കഴിഞ്ഞാൽ ഫയൽ എഡിറ്റ് ഭംഗിയൊക്കെ വരുത്തും, കാര്യങ്ങളൊക്കെ മാറ്റും. ഇനി എഡിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ പല ഓർഡറുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഡാറ്റാസ് ഇനീഷ്യലൈസ് ചെയ്യും. ഡാറ്റാസ് ഇനീഷ്യലൈസ് പറഞ്ഞാൽ ഇൻഡ് ബി ഫ്ലോട്ട് അങ്ങനെയുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ, ഏതൊക്കെ മെമ്മറികൾ ആവശ്യമുണ്ടെന്നുള്ള കാര്യം, സിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇനി ഡാറ്റ ടേബിൾസ് പറഞ്ഞാൽ ഡാറ്റ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഡാറ്റ ടേബിൾസ് പറഞ്ഞാൽ അറേ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അറേ സ്ട്രക്ചർ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ക്രോയും കോളൊക്കെ ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പോയിൻറ്റ്സ്, കണ്ടീഷൻസ്, എവിടെയെങ്കിലും എത്തുമ്പോൾ പ്രോഗ്രാം ജമ്പ് ചെയ്ത് പോകണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് വരും. അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഗ്രാമിങ്ങും ചെയ്ത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അസംബ്ലറിലേക്ക് പോകും. അസംബ്ലറിൽ കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ആ കോഡിനെ അസംബ്ലി ലാംഗ്വേജിലേക്ക് മാറ്റും. ഹയർ ലാംഗ്വേജിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിലേക്ക് മാറ്റും. അത് കമ്പൈൽ ചെയ്യും. അത് കഴിഞ്ഞാൽ അതിനെ കമ്പൈൽ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തും. അസംബ്ലർ ഉപയോഗിക്കുമ്പോഴും എന്തെങ്കിലും അസംബ്ലി ചെയ്യുമ്പോഴും നമുക്ക് എററുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും. ഇനി ഇതേപോലെ ലിങ്ക് ആൻഡ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് വേറൊരു സെക്ഷൻ കൂടി ഉണ്ട്. നമ്മൾ ലൈബ്രറി ഫയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം സോഴ്സ് കോഡൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ കമ്പൈൻ ചെയ്യിക്കാൻ ഉപയോഗിക്കുന്നതാണ് ലിങ്ക് ആൻഡ് ലൈബ്രറി ഫയൽസ് എന്ന് പറയുന്നത്. ലിങ്ക് ആൻഡ് ലോഡർ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ആ യൂണിറ്റ് ഉപയോഗിച്ചിട്ട് ബാക്കി എല്ലാ ഫയൽസിനെയും വേറെ എന്തൊക്കെ ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഒക്കെ ഉപയോഗിച്ച് ഒറ്റ ഫയലാക്കി മാറ്റും. അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്ത് റൺ ചെയ്ത് നോക്കും. അങ്ങനെ സിമുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അല്ല ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീബഗ് സെഷൻ എന്ന് പറയും. നമ്മൾ എറർ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഡീബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡീബഗ് സെഷനിലേക്ക് പോകും, വീണ്ടും കോഡ് എഡിറ്റ് ചെയ്യും. ഈ പറഞ്ഞ പോലെ എവിടേക്കാണ് മാറ്റം വരുത്തേണ്ടത് വെച്ചാൽ മാറ്റം വരുത്തും, വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഒരു എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്കിനി അടുത്ത ദിവസം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഡീബഗിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഡീബഗിങ്ങിന് തന്നെ പലതരത്തിലുള്ള ഡീബഗിങ് ടൂൾസ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളും പിന്നെ നമുക്ക് വരാവുന്നത് ഡീബഗിങ് കൂടാതെ SOC, സിസ്റ്റം ഓൺ ചിപ്പ് എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഉണ്ട്. അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡ്യൂൾ ഏകദേശം തീരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളോട് കൂടി നമ്മളത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഇത്രയിൽ വെച്ച് നിർത്താം. താങ്ക് യു.